ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏകദേശം അടുക്കാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബിഗ് ബോസ് തുടങ്ങുന്നത് ഈ പറയുന്ന ആഗസ്റ്റ് 15-നാണ്. ഇന്ന് അടിപൊളി ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഈ ഇറങ്ങിയ പ്രൊമോയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊമോയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അഖിൽ മാരാറ്, രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം, നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവരാണ് ഇതിന്റെ പ്രധാന ജഡ്ജസ് എന്നുള്ളത്. അവരെ വെച്ച് തന്നെയാണ് ഈ പ്രൊമോ ഇറങ്ങിയിരിക്കുന്നത്. അടിപൊളി കീടു പ്രൊമോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം, നിങ്ങൾക്ക് ആ പ്രൊമോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ആഗസ്റ്റ് 15 മുതലാണ് ശരിക്കുമുള്ള ബിഗ് ബോസ് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കോമണേഴ്സിൽ നിന്നുമാണല്ലോ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. ഈ തെരഞ്ഞെടുക്കുന്നവർ ആ ബിഗ് ബോസിന്റെ പാർട്ടായി കഴിഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. മറ്റുള്ള സെലിബ്രിറ്റീസ് ഒക്കെ അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഈ വരുന്ന കോമണേഴ്സ് ഏകദേശം ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയമായിരിക്കും. ആഗസ്റ്റ് 15 മുതൽ ഈ അഗ്നിപരീക്ഷ തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഫാൻസുകാരുണ്ടാവുമല്ലോ. അവസാനം വരുമ്പോഴത്തേക്ക് എത്ര പേരാണോ ഈ കോമണേഴ്സിൽ നിന്ന് അകത്തോട്ട് പോകുന്നത് അവർ ശരിക്കും ഒരു സെലിബ്രിറ്റി ആയിട്ട് തന്നെ അകത്തേക്ക് പോകും എന്നുള്ളതാണ്. ഈ കോമണേഴ്സ് വെല്ലുവിളിയാകുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റീസിന് തന്നെയാണ്. സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് മുൻതൂക്കം കിട്ടുക. അവര് സിനിമയിൽ അഭിനയിച്ചവരും സീരിയൽ അഭിനയിച്ചവരും അവര് നമ്മളെ പോലുള്ള പ്രേക്ഷകർക്കെല്ലാം പരിചിതരാണ്. പക്ഷെ പരിചിതരല്ലാത്തവരാണ് കൂടുതലും കോമണേഴ്സ് ആയിട്ട് അകത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അങ്ങനെയല്ല. സെലിബ്രിറ്റീസ് കയറുമ്പോൾ ഇവരും ഒരു സെലിബ്രിറ്റീസ് ആയിട്ട് തന്നെയായിരിക്കും അകത്തോട്ട് കയറുന്നത്, ഈ അഗ്നിപരീക്ഷയിൽ വിജയിച്ച് കയറുന്നവർ. രഞ്ജിനി ഹരിദാസും റിയാസും ആണ് ഈ നടന്നു വരുന്നത്. ഇത് സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ആ ഒരു മേക്കിംഗ്, ഇതിന്റെ ഈ പ്രൊമോയുടെ മേക്കിംഗ്. ഒന്നും പറയാനില്ല, ഒരു സിനിമയുടെ പ്രൊമോ വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ മാരാറ് കുറച്ച് ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട്. ഡയലോഗ് അത്രയ്ക്ക് പോരാ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാനുള്ളതേ ഉള്ളൂ. ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ള ആരൊക്കെയുണ്ട്? 40 സാധാരണക്കാർ, 21 ദിവസം. ബിഗ് ബോസിലെത്തുന്ന സാധാരണക്കാരെ കാത്തിരിക്കുന്ന ആദ്യ കടമ്പയാണ് അഗ്നിപരീക്ഷ. 40 പേരും 21 ദിവസവും, അതാണ് അഗ്നിപരീക്ഷ. അപ്പൊ 40 പേരുണ്ട്, 21 ദിവസവും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 7-8 പേര് വരുമായിരിക്കും, കുറഞ്ഞത് ഒരു 7-8 പേരെങ്കിലും കാണും. അപ്പൊ ഈ 7-8 പേര് വരണമെങ്കിൽ അതും അത്രമാത്രം കാലിബർ ഉള്ള, അത്രമാത്രം ടാസ്കിലും അതുപോലെ തന്നെ പെർഫോമൻസിലും ഒക്കെ മികച്ചു നിൽക്കുന്നവരെ ആയിരിക്കാം ഇവർ അകത്തോട്ട് വിടുന്നത്. എന്തായാലും 40 പേരും ഈ പറഞ്ഞ 21 ദിവസവും, അതാണ് ഞാൻ പറഞ്ഞത്. ഈ 21 ദിവസം കൊണ്ട് ഈ പറയുന്ന കോമണേഴ്സിനെ ശരിക്കും ഈ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും. അത് ഭയങ്കരമായ ഒരു പ്ലസ് പോയിന്റ് ആണ്. അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ ബോണസ് ആണത്. ആ ഭാഗ്യം ചെയ്തവർ ആരാണ് എന്നുള്ളത് നമുക്ക് ഈ കണ്ടറിയാം എന്നുള്ളതേ ഉള്ളൂ. ജയിക്കുന്ന ഒന്നോ അതിലധികമോ സാധാരണക്കാരായിരിക്കും ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തുക. അഗ്നിപരീക്ഷയിൽ വിജയിക്കുന്ന ഒന്നോ അതിലധികമോ കോമണേഴ്സ് ആയിരിക്കാം ബിഗ് ബോസിലേക്ക് എൻട്രി ലഭിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. എന്തായാലും 7-8 പേര് കാണുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്തായാലും വോട്ടിംഗ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പ്രേക്ഷകരായ നമുക്കും വോട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വോട്ടിംഗ് ഒക്കെ ഒന്ന് വന്നു കഴിയുമ്പം ഇപ്പൊ അതിനകത്ത് തന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് ഇന്ന ആൾ അകത്തോട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് ഈ ബിഗ് ബോസിനേക്കാൾ ഭയങ്കര ഫൈറ്റ് ആയിരിക്കും മിക്കവാറും ഈ അഗ്നിപരീക്ഷയിൽ. അവരവർക്ക് താല്പര്യപ്പെടുന്നവരെ അവര് വിജയിപ്പിച്ച് ബിഗ് ബോസിനകത്തോട്ട് കയറ്റണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും. അപ്പൊ ആ ടാസ്കിന്റെയും അതുപോലെ പെർഫോമൻസിന്റെ ഒക്കെ ബേസിലായിരിക്കാം കൂടുതൽ പേരും. അങ്ങനെയാണല്ലോ നമ്മളെല്ലാരും കാണുന്നത്. ബിഗ് ബോസിന് തന്നെ പ്രത്യേകതരമായ പ്രേക്ഷകരുണ്ട്. അവരെ ഇഷ്ടപ്പെടുന്ന എന്താണ്, അവിടെ അകത്തോട്ട് പോയിട്ട് വാഴയെ പോലെ ഇരിക്കാതെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ആരാണ്, അവർക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെ ചാൻസ് വന്നാൽ നന്നായി. സത്യത്തില് സെലിബ്രിറ്റീസിനും കൂടെ ഇങ്ങനെ ഒരു അഗ്നിപരീക്ഷ വെക്കണമായിരുന്നു. ഈ സെലിബ്രിറ്റീസ് ചിലരുണ്ട് ക്യാഷ് വാങ്ങിച്ചിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഒരു എമൗണ്ട് പറഞ്ഞ് ഇവരെയൊക്കെ വിളിക്കും ഈ പരിപാടിയുടെ ഹൈപ്പിന് വേണ്ടിയിട്ട്. ഇവരെന്ത് ചെയ്യും, ഈ കിട്ടുന്ന പൈസ വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് വാഴയെ പോലെ ഇരിക്കുന്നവരുണ്ട്. എന്ത് നടന്നാലും എന്താ, എനിക്ക് ദിവസം ഇത്രയും പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. അങ്ങനെ വന്ന് വാഴയായിട്ടിരുന്ന അടുക്കളയിൽ മാത്രം നിൽക്കുന്നവരും കുക്കിങ്ങിനകത്ത് മാത്രം കയറുന്നവരും ഒക്കെ ഉണ്ട്. അവർക്കും കൂടി ഇങ്ങനെ ഒരു അഗ്നിപരീക്ഷണം വേണമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. തീക്കളിയാണ്, അത്ര എളുപ്പമല്ല. ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ് അഗ്നിപരീക്ഷ. അത് കറക്റ്റ് ആണ് കേട്ടോ. ബിഗ് ബോസ് പോലെ തന്നെ ടഫാണെന്നാണ് പറയുന്നത്. ബിഗ് ബോസിനേക്കാൾ ടഫാണ്. ഞാൻ മറ്റുള്ള ഭാഷയിലൊക്കെ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ സംഭവം കണ്ടപ്പോൾ ബിഗ് ബോസിനേക്കാൾ ടഫായിരുന്നു.
അവിടെ നിന്ന് ബിഗ് ബോസിലേക്ക് കയറിപ്പെടാൻ ഭയങ്കര പാടുപെടുന്നവരെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസിന്റെ പകുതി വിജയിച്ചു എന്നുള്ളതാണ് ഈ അഗ്നിപരീക്ഷ വിജയിച്ചാൽ. അതുപോലെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രേക്ഷകരെയും കുറച്ച് ഫാൻസിനെയും ഈ കയറുന്നവർക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ അത്രയ്ക്കും ടഫായ ടാസ്ക് വിജയിക്കുന്നവർക്കും അതുപോലെ തന്നെ നല്ലതുപോലെ വാക്ചാതുര്യമുള്ളവർക്കും ഒരാളെ എങ്ങനെ അടിച്ചിരുത്താം സംസാരത്തിലൂടെ. നമ്മൾ വാക്ചാതുര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ സംസാരത്തിലൂടെ നമുക്ക് എതിരെ നിൽക്കുന്ന ആളെ നമുക്ക് എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ളതാണ്. അപ്പം അതിലും വിജയിക്കണം. ഞാൻ അങ്ങനെയാണ് മറ്റുള്ള ഭാഷകളിലെ അഗ്നിപരീക്ഷയിൽ ഞാൻ കണ്ടിരിക്കുന്നത്. എന്തായാലും ഭയങ്കര ടഫാണ്. ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ അന്യായ ടഫാ അതിലൊക്കെ. ഇനി മലയാളത്തിലേക്ക് വരുമ്പം ഇവർ ഈ പറയുന്നത് പോലെ നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട്, ഈ പ്രൊമോയിൽ വരുന്ന വലിയ വീമ്പടികളൊന്നും നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന ഷോ തുടങ്ങി കഴിയുമ്പം അതൊന്നും കാണാറില്ല. ഇനി അഗ്നിപരീക്ഷയും അതുപോലെയാണോ മലയാളത്തിൽ നമുക്കറിയില്ല. പക്ഷെ മറ്റു ഭാഷകളിൽ കിടിലമായിരുന്നു. ആ അഗ്നിപരീക്ഷ വിജയിച്ച് ഒരു എൻട്രി ബിഗ് ബോസിലേക്ക് കിട്ടാൻ അതുപോലെ പാടുപെട്ടേ പറ്റത്തുള്ളൂ. ഞങ്ങളും നിങ്ങളും കൂടി ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ ആയിരിക്കും. യെസ്, ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഞങ്ങളും നിങ്ങളും കൂടിയാണ് തീരുമാനിക്കുന്നത് അഗ്നിപരീക്ഷയിൽ നിന്ന് വിജയിച്ച് ആരാണ് ബിഗ് ബോസിനകത്തോട്ട് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വോട്ടിംഗ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നോളൂ. ഞാൻ പറഞ്ഞതുപോലെ ബിഗ് ബോസ് തുടങ്ങുന്നത് എങ്ങനെ പോയാലും ഈ മാസം 15-ാം തീയതി മുതലാണ്, ആഗസ്റ്റ് 15 മുതലാണ്. ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സെപ്റ്റംബർ 6-നാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് എന്നാണ് ഒരു ഊഹാപോഹമൊക്കെ വരുന്നത്. എന്തായാലും അതിനു മുമ്പേ നമുക്ക് ഒഫീഷ്യലി ബിഗ് ബോസ് തുടങ്ങുന്നത് സെപ്റ്റംബർ 6-നാണെങ്കിലും നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഈ ആഗസ്റ്റ് 15 മുതലാണ്. അന്ന് മുതലാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്. ഇനി ഈ ഷോ കാണാതെ ബിഗ് ബോസ് കാണുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനോ, ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടോ? ടഫായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ടഫാക്കും. ഇത്തവണ തീപ്പൊരി പാറും, ഇല്ലെങ്കിൽ ഞങ്ങൾ പാറിക്കും. ഇപ്രാവശ്യം തീപ്പൊരി പാറും, ഇല്ലെങ്കിൽ ഞങ്ങൾ പാറിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിയാസ് എന്ന് പറയുന്ന കാര്യമുണ്ട്, ടഫ് ആയിരിക്കും എന്നുള്ളത്. അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള ഭാഷകളിലൊക്കെ ഇത് ഭയങ്കര ടഫൊക്കെ ആയിരുന്നു. അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഇതിനകത്ത്. അതുപോലെ ജഡ്ജസ് തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. അത് മാരാറും ഈ പറഞ്ഞ റിയാസും തമ്മിലാകാനാണ് സാധ്യത കൂടുതലും. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കാണാതെ നിങ്ങൾ ബിഗ് ബോസ് പോയി കണ്ടിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അത് പറയുന്നത് ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് കാണുന്നവർ അല്ലെങ്കിൽ ബിഗ് ബോസിന്റേതായ പ്രേക്ഷകർ ഇതും കൂടി കാണുക, എന്നാലേ നിങ്ങൾക്ക് അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതാണ് സത്യവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ മുഖങ്ങൾ നമുക്ക് പരിചയമില്ലാത്തവരായിരിക്കാം ആഗസ്റ്റ് 15-ാം തീയതി ഈ പറഞ്ഞ കോമണേഴ്സ് എന്ന കാറ്റഗറിയിൽ ഈ അഗ്നിപരീക്ഷയിൽ മത്സരിക്കാൻ പോകുന്നത്. അവർക്കുള്ളൊരു ബെനിഫിറ്റ് ആണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. അവർക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഈ സെലിബ്രിറ്റീസിനേക്കാൾ ഹൈപ്പോടുകൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ കിട്ടുന്ന ഒരു അവസരം. ഈ ആഗസ്റ്റ് 15 മുതൽ നമ്മൾ ഇത് കണ്ടു തുടങ്ങിയാൽ ബിഗ് ബോസിനകത്തേക്ക് അവർ കയറുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു ഓഡിയൻസിനെ ഉണ്ടാക്കിയിരിക്കും, അവർക്കായിട്ട് മാത്രം. അവരും ഈ പറയുന്ന അകത്ത് കയറുന്ന സെലിബ്രിറ്റീസും തമ്മിലായിരിക്കും ശരിക്കുമുള്ള മത്സരം നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവര് കോമണേഴ്സ് തമ്മിലാണെങ്കിൽ അവർ തമ്മിൽ തന്നെ മത്സരങ്ങൾ ഉണ്ടാകും. കാരണം ഇവിടെ ടാസ്ക് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, വാക്ചാതുര്യം, അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, വഴക്കുകൾ ഉണ്ടാകാം, നേർക്കുനേർ കോമണേഴ്സുകൾ തമ്മിൽ. അങ്ങനെയാണ് മറ്റുള്ള ഭാഷകളിൽ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു വാശി അവിടെ അകത്തും ഉണ്ടാകും. ബിഗ് ബോസിനകത്തും ഇവര് കയറുവാണെങ്കിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും ഈ പ്രൊമോ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഡയലോഗ് എല്ലാവരും 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഡയലോഗ് ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നല്ല കിടിലൻ ഒരു പ്രൊമോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമുക്കിനി കാത്തിരുന്ന് കാണാം ഇനി ആരൊക്കെയാണ് നമുക്ക് പരിചയമില്ലാത്ത ആ കോമണേഴ്സ് ആരൊക്കെയാണ്. 40 പേർ. അതിൽ നിന്ന് ഇനി എത്ര പേർ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുമെന്നും എത്ര പേര് വിജയിച്ച് അകത്തേക്ക് പോകുമെന്നുള്ളതും. എന്തായാലും കോൺട്രവേഴ്സി തുടങ്ങും ആഗസ്റ്റ് 15 മുതൽ. ഇപ്പൊ അകത്ത് കയറേണ്ട ഒരാൾ പുറത്തു പോയെന്നിരിക്കട്ടെ, അതിൽ വരെ കോൺട്രവേഴ്സികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പൊ ബിഗ് ബോസിന്റെ കോൺട്രവേഴ്സിയുടെ കാലമാണ്. അറിയാലോ, 100 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 100 ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ബിഗ് ബോസിൽ വരുന്നവർക്ക് തന്നെ എല്ലാവർക്കും ഓരോരോ ഫാൻസുകാർ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഓരോരുത്തർ ഇഷ്ടപ്പെട്ട് തുടങ്ങും. അങ്ങനെയാണ് സാധാരണ. 50 ദിവസമൊക്കെ എടുക്കണം ഒരാളൊക്കെ ഒരു പ്രേക്ഷകന്റെ മനസ്സിലൊക്കെ കയറാൻ. പക്ഷെ ഇപ്പം ഇനി ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും ദിവസം ഒന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല ഒരു പ്രേക്ഷക മനസ്സിലേക്ക് ഈ ബിഗ് ബോസ് മത്സരാർത്ഥികൾ കയറി പറ്റാൻ. എങ്ങനെയാണെങ്കിലും ആഗസ്റ്റ് 15 മുതൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് അങ്ങോട്ട് നടക്കുന്ന ബിഗ് ബോസിന്റെ കളികൾ എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.